മലയാളി സമാജത്തിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ടീമാണ് ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നതിൽ നിർണായകമായത്. ശ്രീ എൻ എം പിള്ളയെ ആദ്യം തന്നെ അങ്ങയോടൊരു നന്ദിയാണ് പറയാനുള്ളത്. കേരളത്തിൽ വന്ന നമ്മുടെ ഒരു അതിഥിയായി വന്ന മകളാണ്. അവളെ തിരിച്ചു കിട്ടുന്നതിന്, ആ കുടുംബത്തിലേക്ക് തിരിച്ചു ചേർക്കുന്നതിന് അങ്ങയുടെ ടീമിന്റെയും പ്രവർത്തനം വളരെ വേണ്ടപ്പെട്ട രീതിയിൽ തന്നെ അവിടെ ഉണ്ടായി എന്നുള്ളത് ശ്ലാഘനീയം തന്നെയാണ്. ആദ്യം അതിന് നന്ദിയും അഭിനന്ദനങ്ങളും. ഈ കുഞ്ഞിനെ അങ്ങ് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തോ? ഓക്കെ, ആദ്യം തന്നെ പറയട്ടെ, നന്ദിയുടെ ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ ഒരു കർത്തവ്യമാണ്. ഞങ്ങളുടെ പുറത്തുള്ള മലയാളികൾക്ക് സേവ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളുടെ അസോസിയേഷൻ തന്നെ, ഞങ്ങളുടെ കേരള കലാസമിതി വിശാഖപട്ടണം, അതുകൂടാതെ ആൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ആന്ധ്രാപ്രദേശ്, ഞങ്ങൾ ഈ രണ്ട് ടീമുകളാണ് കുട്ടിയെ. ഇന്ന് ഞാൻ രാവിലെ ഇപ്പോൾ ചൈൽഡ് വെൽഫെയറിന്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ അകത്ത് കയറിയിരുന്നു. ആ കുട്ടിയെ കണ്ട് വളരെ സന്തോഷവതിയാണ് കുട്ടി. പക്ഷേ ആ കുട്ടിയോട് സംസാരിച്ചപ്പം കുട്ടി പറയുന്നത് അതിന് തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്തുള്ള രീതിയിലാണ് പറയുന്നത്. അമ്മ ശരിക്കും ഉപദ്രവിച്ചു എന്നുള്ള ഒരു രീതിയിലാണ്. അത് തുറന്നു പറയുന്നില്ല എങ്കിലും. അപ്പോൾ എനിക്ക് അവിടെ നാട്ടിൽ നിന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു രണ്ടാനമ്മയാണ്. പക്ഷെ അത് ആ കുട്ടിയോട് ഞാൻ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് അതല്ല, എൻ്റെ അമ്മ തന്നെയാണ്. ശ്രീ എൻ എം പിള്ളയെ, അത് ആ കുട്ടിയുടെ അമ്മ തന്നെയാണ്. ആ കുട്ടിയുടെ അച്ഛനോട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇളയ പെൺകുട്ടികൾ ചെറുതാണ്. അപ്പൊ അവരുമായി ഈ കുട്ടി വഴക്കുണ്ടാക്കിയപ്പോൾ ഈ കുട്ടിയെ നന്നായി മർദ്ദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ കുഞ്ഞ് ബാഗ് എടുത്ത് പോയത്. അതുകൂടാതെ തന്നെ അമ്മ അങ്ങ് ജോലിക്ക് പോകും. മൊത്തം ജോലിയും ഈ കുട്ടിയാണ് ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത്. വീട്ടിലെ ജോലിയെല്ലാം ഞാനാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു മനപ്രയാസം കുട്ടിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഇന്ന് സംസാരിച്ച് സ്കൂളിൽ പോകാൻ ശ്രീ പിള്ളൈ, നമുക്ക് ആ കുഞ്ഞിന് സ്കൂളിൽ പോകാനാണ് താല്പര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7ാം ക്ലാസ്സിൽ അവളെ അവിടെ ചേർത്തിട്ടുണ്ട്. ചേർത്തിട്ടുണ്ട്. മലയാളം മീഡിയത്തിലാണ് ചേർത്തേക്കുന്നത്. എനിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമുണ്ട് എന്ന് എന്നോടെയും പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ CWCയോട് കൂടി ഒന്ന് പറഞ്ഞേക്കണം. കാരണം അവൾക്ക് സ്കൂളിൽ പോകാനാണ് താല്പര്യമെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യം ഇപ്പൊ ഇവിടുത്തെ CWയുടെ മീറ്റിംഗ് ഒരു 11:30. അന്നേരം ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോഴും അതിന്റെ കമ്മിറ്റിക്കാരും വന്നിട്ടില്ല ഇതുവരെ. അവർ ശ്രീ എൻ എം പിള്ളയെ, അങ്ങ് റിപ്പോർട്ടറിന് വേണ്ടി അങ്ങ് ഒരു സഹായം കൂടി ചെയ്യണം. അതായത് ഞാൻ ആ കുട്ടിയുടെ അച്ഛനുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ കുട്ടിയുടെ അച്ഛൻ അമ്മ മർദ്ദിക്കാറുണ്ട് എന്നത് സമ്മതിച്ചതാണ്. അതിന്റെ അർത്ഥം ആ കുഞ്ഞുമായി അവർ അസമിലേക്ക് പോയാലും ആ കുഞ്ഞിനെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുങ്ങുമോ എന്നത് സംശയമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ കുഞ്ഞിന്റെ താല്പര്യം എന്താണ് എന്നതുകൂടി അവർ പരിശോധിക്കണം എന്ന് മലയാളി സമാജത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങ് ഒന്ന് ഇടപെട്ട് പറയണം എന്നുള്ളത് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഞാൻ അതിൽ ഇടപെടും. കാരണം ആ കുട്ടി ഇപ്പൊ എന്നോട് പറഞ്ഞതനുസരിച്ച് ആ കുട്ടിക്ക് ആസാമിലേക്ക് തിരിച്ചു പോകാൻ ഇഷ്ടം. അവിടെ താത്ത അപ്പൂപ്പനായിരിക്കണം, അവരുടെ ഒരു ലാംഗ്വേജിലാണ് പറഞ്ഞത്. അവരെല്ലാം ഉണ്ട്. അവരുടെ ഫോൺ നമ്പർ ഒന്നും അറിയത്തില്ല. ഞാൻ അവിടത്തേക്ക് പോവുകയായിരുന്നു. എനിക്ക് അവരുടെ അടുത്ത് എത്തിയാൽ മതി, അവിടെയാണ് എനിക്ക് സുഖം എന്നുള്ള രീതിയിൽ ആ കുട്ടി ഇപ്പോൾ ഒരു സൂചന തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ CWCയുടെ മുന്നിൽ അവതരിപ്പിക്കും. പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. അവൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള, അത്യാവശ്യം മിടുക്കിയാണ് എന്ന് നമുക്ക് ഈ യാത്രയിൽ നിന്ന് തന്നെ ബോധ്യമായതാണല്ലോ. ഇന്നലെ കണ്ടപ്പോൾ വളരെ ഇതായിരുന്നു. പക്ഷെ ഇന്ന് അവള് വളരെ സുന്ദരിയായി, നല്ലൊരു കുട്ടി. പറയാനാണെങ്കിൽ നല്ല ആരോഗ്യവതിയായി നല്ലൊരു കുട്ടി, നല്ല രീതിയിൽ ഇന്ന് സംസാരിക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഇന്നലെ കണ്ട അതേ ഓർമ്മ വെച്ച് പെട്ടെന്ന് ഓടി എൻ്റെ അടുത്ത് വരികയായിരുന്നു. കാരണം ഇവിടെ ഒരു CWയുടെ അകത്ത് കുട്ടികൾ നമ്മളെ അലൗഡ് ചെയ്യത്തില്ല. ഞാനൊരു സ്പെഷ്യൽ പെർമിഷൻ എടുത്താണ് അകത്ത് കയറിയത്. അന്നേരം അവർ പറഞ്ഞ് കുട്ടിയെ കാണിക്കത്തില്ലെന്ന്. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി വിളിപ്പിക്കുമായിരുന്നു. അവർ വളരെ സന്തോഷവതിയായിരുന്നു. ഞാനും എൻ്റെ വൈഫും കൂടെ അകത്ത് കയറിയത്. അപ്പോൾ ഞങ്ങളെ കണ്ട് പെട്ടെന്ന് ചാടി വരികയും ആ കുട്ടി അങ്ങനെ നല്ല രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ അതിന് കേരളത്തിലേക്ക് അമ്മയുടെ അടുത്തേക്ക് തിരിച്ച് പോകണം എന്നൊരു മനസ്സില്ല. അത് ആ കുഞ്ഞ്, ഞാൻ മനസ്സിലാക്കുന്നത്, അച്ഛനുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് 4 മക്കളാണ്. അതിൽ മൂത്ത ചേട്ടൻ ഇപ്പോൾ ജോലി തേടി പോയിരിക്കുകയാണ്. ആ കുട്ടിക്കും അധികം പ്രായമില്ല. അതെ, അതിനും അധികം പ്രായമില്ല. 20 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. അപ്പോൾ ഒരാഴ്ച മുൻപാണ് ചേട്ടനുമായി സംസാരിച്ചത്. ആ കുട്ടിയുടെ ചേട്ടന്റെ നമ്പർ താങ്കൾക്ക് ഞങ്ങൾ അയച്ചു തരാം. ആ ചേട്ടനുമായും കൂടി ഒന്ന് സംസാരിക്കൂ. ആ ചേട്ടൻ ഈ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഈ കുഞ്ഞിന്റെ ബുദ്ധിമുട്ടുകളും ചേട്ടൻ അറിയാം. തീർച്ചയായും നമുക്കപ്പോൾ ആ രീതിയിൽ ഇടപെടലുണ്ടാക്കി, അതെ, ആ കുഞ്ഞിന്റെ ജീവിതം ഒന്ന് നമുക്ക് നന്നായി മുന്നോട്ട് പോകുന്ന രീതിയിൽ, ഇത്രയും ഇടുക്കിയായ ഒരു പെൺകുട്ടിയാണ് അവൾ, ആ രീതിയിൽ അവൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കാം. അതിന് ഞങ്ങളും എപ്പോഴും തയ്യാറാണ്. ആ കുട്ടിയുടെ ജീവിതം നമ്മൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആ കുട്ടിയെ അവിടെ വീണ്ടും അവരെ ഏൽപ്പിച്ചാൽ ആ കുട്ടി വീണ്ടും പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ കുട്ടിയോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവള് വീണ്ടും അമ്മയുടെ കൂടെ ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ കുട്ടിയോട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ അങ്ങ് ഇക്കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് വേണ്ടി കൂടി, റിപ്പോർട്ടറിന്റെ ഭാഗത്തു നിന്ന് കൂടിയുള്ള ഒരു റിക്വസ്റ്റ് ആണ്, അങ്ങ് ഇക്കാര്യം കൂടി പറയും. ഓക്കെ, വളരെ നന്ദി ശ്രീ എൻ എം പിള്ളൈ.